അമ്മയുടെ കണ്ണീർ കണ്ട് വളർന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏതൊരു സ്ത്രീയെയും ബഹുമാനിക്കാൻ തനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത് ലോകത്ത് ഏതൊരു സ്ത്രീ കരഞ്ഞാലും അതിൽ സത്യമുണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് മനസ്സിലായിരിക്കുകയാണ്. സ്ത്രീത്വത്തെ മാനിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ വൈകാരികതയെ തന്നെ ആയുധമാക്കി ഒരാളെ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും തകർക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ക്രൂരമാണെന്ന് നിലവിലെ സാഹചര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കൂടിയാണ്. എനിക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഒരു നിർണായകമായ അഭിമുഖം നൽകിയിരിക്കുകയാണ്. 24 ന്യൂസിലെ ആദ്യമായി ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലെങ്കിൽ 24 ന്യൂസിനെ ഇതിൽ പലരും അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല പലരും വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളതെല്ലാം ഒന്നൊന്നായി കൃത്യമായി കേരളത്തെ അറിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് ഹാഷ്മി അതിനുള്ള ചങ്കുറ്റം കാണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ അവിടെ ആ മികച്ച തീരുമാനത്തെ കൈയടിച്ച് പലരും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പുറത്തു വരികയാണെങ്കിൽ ശക്തമായ ചോദ്യങ്ങളും അതിനൊത്ത മറുപടികളും അനിവാര്യം കൂടിയാണ്. ഹാഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ആദ്യം അടിച്ച് ഭിത്തിയിൽ കയറ്റുന്നത് റിനി ആർ ജോർജിനെയാണ് എന്നുകൂടി, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയാണ്. ഷോ ഓഫിൻ്റെ അങ്ങേയറ്റമാണ് ആ യുവതിയെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന അഭിപ്രായം കേരളത്തിലെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എമ്പാടും അത്തരത്തിൽ നിരവധി വിമർശനങ്ങളും പരാമർശങ്ങളും ട്രോളുകളുമൊക്കെ റിനി ആർ ജോർജ് എന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെ വരുന്നതുമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറയാനുള്ള ധൈര്യം പോലും ആ ജൂനിയർ ആർട്ടിസ്റ്റ് കാണിച്ചിട്ടില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത് താനാണെന്ന മട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തു എന്ന തരത്തിൽ അവർ എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞു നടക്കുകയാണെന്നും അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ശക്തമായി ഉണ്ടാകാറുണ്ട്. അന്നേ പലരും പറഞ്ഞു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതിലുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇമാതിരി ഷോഫും ഇമാതിരി തുള്ളിച്ചാട്ടവും ഇമാതിരി പരിപാടികളൊന്നും കാണിക്കുമെന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് പോലെയായിരുന്നു അവരുടെ ശരീരഭാഷ എന്നുള്ളതായിരുന്നു പുറത്തു വന്ന ആരോപണങ്ങളെല്ലാം. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തനിക്കെതിരെ നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചനകൾ എന്തൊക്കെയാണെന്ന് 24 ന്യൂസിനോട് ആ ഗൂഢാലോചനയെ കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ ആദ്യം പറഞ്ഞ പേരുകളിൽ ഒന്ന് റിനി ആർ ജോർജ് എന്ന ആർട്ടിസ്റ്റിനേത് കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു വലിയ സംഘം തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവർക്കൊരു കിങ് പിൻ ഉണ്ടെന്നുമാണ് പറയുന്നത്. അവർക്കൊരു ഓഫീസുണ്ട്, അതിൽ 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളുണ്ട്, ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ട്ണറുണ്ട്, അതുപോലെ കോൺഗ്രസിനകത്താണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വഞ്ചകനോ അങ്ങനെ ഒരു ട്രൈറ്റർ ഉണ്ട്, ഒരു ഒറ്റുകാരനുണ്ട്. അവർ എന്നെപ്പറ്റി മാത്രമല്ല ഒരുപാട് പേരെക്കുറിച്ചും മോശം പറയുന്ന ആളുകളാണ്. രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിന് പകരം, അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ എതിരാളികളെ നേരിടുന്നതിന് പകരം സ്വന്തം പാളയത്തിൽ നിന്നുകൊണ്ട് തന്നെ കാലുവാരുന്ന ഇത്തരം വഞ്ചകരെ തിരിച്ചറിയേണ്ടത് അനിവാര്യം കൂടിയാണ്. അതുപോലെ തന്നെ CPM-ന്റെ ഓരത്ത് ചാരി നിൽക്കുന്ന ചില ആളുകളും തനിക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടത്തിയെന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. അധികാരത്തിന്റെ തണലിൽ കൊണ്ട് മാധ്യമങ്ങളെയും വ്യക്തികളെയും സ്വാധീനിച്ച് ഒരു യുവ നേതാവിനെ കരിവാരത്തേക്കാൻ ഇത്രയും വലിയ സംവിധാനം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് തന്നെക്കുറിച്ച് അപവാദം പറയുന്നവരുമായി എന്താണ് താൻ ചെയ്ത മിസ്ബിഹേവ് എന്ന് പരിശോധിക്കാൻ ഹാഷ്മിക്ക് എൻ്റെ ഫോൺ തരാം എന്നുള്ളതാണ്. അതിലെ ചാറ്റുകൾ മുഴുവനും നോക്കിക്കോളൂ, അവരുമായുള്ള ചാറ്റിനെ പൂർണ്ണരൂപം കണ്ടോളൂ. തനിക്കെതിരെ പുറത്തു വന്ന ചാറ്റുകളുടെ ആദ്യവും അവസാനവും കൂടി പുറത്തുവിടാൻ ഇത് പുറത്തുവിട്ട ആളുകൾ തയ്യാറാകണം. തനിക്കെതിരെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളുടെ പൂർണ്ണരൂപം പുറത്തുവിടാൻ ഇവരെല്ലാവരും തയ്യാറാകണം. അത് തയ്യാറാകാത്തത് ആസൂത്രിതമായി തന്നെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തു വന്ന ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, ഒരു സംഭാഷണത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകാൻ സാധ്യതകളുണ്ട്. അത് ബാക്കി കാണിച്ചാൽ അവർ ഉന്നയിക്കുന്ന അലിഗേഷൻസ് എല്ലാം ഒന്നുമല്ലാതായി പോകുമെന്ന പൊതുസമൂഹത്തിന് വ്യക്തമാകുമെന്നും അതുകൊണ്ടാണ് ഇതൊന്നും മുഴുവനായി പുറത്തുവിടാത്തെന്ന് രാഹുൽ തീർത്തും പറയുകയാണ്. രാഹുലിന്റെ ആത്മവിശ്വാസം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ പക്കൽ കൃത്യമായ രേഖകളും തെളിവുകളും ഉണ്ട് എന്ന് തന്നെയാണ്. ഇനി റിനി ആർ ജോർജിനെ കുറിച്ച് രാഹുൽ പറയുന്നത് ഹൂക്കേഴ്സ് എന്ന് പറയുന്ന ആള് എന്ന നിലയിലാണ് റിനി തന്നെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. ഇനി റിനി ആർ ജോർജിനെ കുറിച്ച് രാഹുൽ പറയുന്നത് ഹൂക്കേഴ്സ് എന്ന് പറയുന്ന ആൾ എന്ന നിലയിലേക്ക് റിനി തന്നെ അവതരിപ്പിച്ചതെന്നാണ്. അത് വളരെ മോശമായിട്ടുള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ കൂടിയാണ്. അതായത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ഹൂക്കേഴ്സ് എന്ന് പറയുന്നത് ഈ പരാതി വന്ന സ്ത്രീകളോടല്ല, അല്ലെങ്കിൽ അവരുടേതെന്ന് പറഞ്ഞ് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളോടല്ല, മറിച്ച് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ, തനിക്കെതിരെ ഒരുപാട് പേർ ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന ബോധ്യത്തിലാണ് ആ ഗൂഢാലോചനക്കാരോട് താൻ ഹൂക്കേഴ്സ് എന്ന് പറഞ്ഞതും. ഇനി റിനിയുടെ കുറിച്ച് കഥകൾ കൂടി രാഹുൽ പറയുന്നുണ്ട്. നോക്കൂ, റിനി പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ റിനി പരിചയപ്പെട്ടത് 24 മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് റിനി മാധ്യമങ്ങളോടെല്ലാം തുറന്നു നടത്തിയത്. പക്ഷേ വിത്ത് എവിഡൻസ് താൻ പറയുകയാണ്, ഇനി ഈ പരാതി, അല്ലെങ്കിൽ റിനി പറയുന്ന ഈ പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു മെയ് മാസം 28-ന് തന്നെ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഫോണിൽ നിരന്തരമായി വിളിക്കുന്നു. അപ്പോൾ രാഹുൽ ഫോൺ എടുക്കുന്നു. ഒടുവിൽ സഹികെട്ട് ശല്യം
എന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഫോൺ എടുത്തപ്പോൾ റിനി പറയുന്നത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്നാണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അപ്പോൾ തന്നെ രാഹുൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാണ് രാഹുൽ പറയുന്നത്. അതായത് പരിചയപ്പെട്ട 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു എന്ന് പരാതി പറഞ്ഞ റിനിയുടെ അമ്മ കഴിഞ്ഞ മാസം രാഹുലിന്റെ കയ്യിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ സ്വീകരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. ഒരാൾ നമ്മളോട് മോശമായി പെരുമാറാൻ ആ വ്യക്തിയെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ പെരുമാറിയാൽ ആ വ്യക്തിയെ കൊണ്ട് തന്നെ സ്വന്തം അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേരാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെയാണ് റിനിയുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നത്. ഞാൻ പറയുന്നതല്ല, മറ്റാരും പറയുന്നില്ല, രാഹുലാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഇനി പാലക്കാട് വന്ന് റിനി തന്നെ കണ്ടിട്ടുണ്ടെന്നും നിലമ്പൂരിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് തന്നെ കണ്ടപ്പോൾ ഓടി വന്ന് സെൽഫി എടുത്ത് ചിരിച്ചങ്ങ് പോയ ആൾ കൂടിയാണെന്നും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തനിക്കെതിരെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നാണ് രാഹുൽ പറയുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അതിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പൊസസീവ്നെസ് എന്നോട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ തോന്നിയിട്ട് എനിക്കെതിരെ നീങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്നും അങ്ങനെ ഒരു പ്രണയമൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നും 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു എന്ന് റിനി പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള തെളിവുകൾ കൂടി റിനി പുറത്തുവിടണമെന്നും അതല്ലെങ്കിൽ എന്താണ് അത് നുണയാണെന്ന് തെളിവുകളുള്ള റിനി അനുവദിച്ചാൽ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണെന്നുമാണ് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഹാഷ്മി തിരിച്ചു പറയുന്നുണ്ട് ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ എന്ന്. അപ്പോൾ രാഹുൽ തന്നെ ഇതിന് മറുപടി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഹാഷ്മി എന്താണ് പറയുന്നത്? ഈ മാധ്യമങ്ങളുടെ എല്ലാം വേട്ടയാടുള്ള ഒരു തുര അവിടെയും ഹാഷ്മി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു തെളിവ് പുറത്തുവിടുമെന്ന് പറയുന്നത് എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ആകുന്നത്? ഒരാൾ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് വിളിക്കുന്നത് മാധ്യമനീതിക്ക് നിരക്കാത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നോട് തെളിവ് ചോദിക്കുന്നു, നിങ്ങൾ കോടതി വിധി വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് കാക്കാൻ പറ്റുകയില്ല, അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല, ഇങ്ങനെയാണ് സംഭവമെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും തെളിവുണ്ടോ എന്ന്. ഓക്കെ, തെളിവ് തരാമെന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറയുകയും ചെയ്യും. ഇത് എന്തടിസ്ഥാനമാണെന്ന് ചോദിച്ചപ്പോൾ ഹാഷ്മിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹാഷ്മിക്കൊന്നും പറയാനില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഹാഷ്മി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകർ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നു പോകുന്നത് രാഹുലിനെ പോലെയുള്ളവർ വസ്തുതകൾ നിർത്തി സംസാരിക്കുന്നവരുടെ മുന്നിൽ മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെയും പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്നത് ഷഹനാസിനെ കുറിച്ചാണ്. ഷഹനാസ് കോൺഗ്രസിന്റെ നേതാവാണെന്ന മട്ടിൽ നിൽക്കുന്നു, രാഹുലുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. കർഷക സമരത്തിന്റെ സമയത്തൊക്കെ രാഹുൽ ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞ് മോശമായി പെരുമാറി എന്നാണ് ഷഹനാസ് പറയുന്നതെന്നാണ് പൊതുവിൽ വന്ന പരാതി എന്നാണ്. പക്ഷേ രാഹുൽ പറയുന്നു ഈ അടുത്ത കാലത്ത് വരെ ഷഹനാസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ്. ഷഹനാസ് അവരുടെ കൂടി ഉടമസ്ഥയിലുള്ള ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിക്കേഷന് തന്നെ വിദേശത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ക്ഷണിച്ചു എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് വരെ പരാതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് തന്നെ എൻകറേജ് ചെയ്തിരുന്ന ആളാണ് ഈ ഷഹനാസ് എന്നാണ് രാഹുൽ പറയുന്നത്. അതായത് ഒരു വശത്ത് സ്നേഹവും പിന്തുണയും പ്രകടിപ്പിക്കുകയും മറുവശത്ത് കുഴിതോണ്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമാകുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ തനിക്കെതിരെ പൊതുസമൂഹത്തിൽ മോശമായി സംസാരിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നും അതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് രാഹുൽ കൃത്യമായി പറയുകയാണ്. രാഷ്ട്രീയത്തിൽ സൗഹൃദങ്ങൾ പലപ്പോഴും അധികാരത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളായി മാറുന്നത് വേദനാജനകം കൂടിയാണ്. പിന്നെ മൂന്നാമത്തെ പരാതിയിൽ പറയുന്ന പാലക്കാട് ചെരുപ്പിന്റെ കാര്യം, ആ ചെരുപ്പ് വാങ്ങിക്കാൻ പണം വാങ്ങിച്ചു എന്നുള്ള ആരോപണം ഒക്കെ തെറ്റാണെന്നാണ് രാഹുൽ പറയുന്നത്. ചെരുപ്പിന്റെ പേരിൽ പോലും ഒരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്നു എന്നത് എത്രമാത്രം തരംതാഴ്ന്ന രീതിയാണെന്നും തൻ്റെ എതിരാളികൾ ചിന്തിക്കുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചെരുപ്പിന്റെ ലിങ്കാണ് അവർ ഇട്ടു തന്നതെന്നും അതെൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്താണ് ഞാൻ വാങ്ങിയതെന്നും ആ ഫ്ലാറ്റിനെ കുറിച്ച് അവരോട് അന്വേഷിക്കാനേ പറഞ്ഞിട്ടുള്ളതെന്നും അതിൽ പണമൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നും ആ ഫ്ലാറ്റ് തൻ്റെ EMI നിന്നും ഞാൻ വാങ്ങാൻ പോവുകയായിരുന്നെന്നാണ് രാഹുൽ പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ സാമ്പത്തിക ഇടപാടുകളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത് കേരളത്തിൽ പുതിയൊരു കാര്യമൊന്നുമല്ല. എന്നാൽ എല്ലാത്തിനും കൃത്യമായ കണക്കുകളുണ്ടെന്ന് രാഹുൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സകലമാന കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നുമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം കോടതിയുടെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. മറ്റൊന്ന്, VD സതീശൻ തന്നെ കുടുക്കിയിട്ടില്ല എന്നും പാർട്ടിക്കുള്ളിൽ ഉള്ളവരല്ല തന്നെ കുടുക്കിയതെന്നും പുറമേ നിന്നുള്ളവരാണ് എന്നത് മാത്രമല്ല VD സതീശനെ ഒരിക്കലും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും ഞങ്ങളൊക്കെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് VD സതീശനോട് ഞാൻ ഇതുവരെ കാര്യങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം VD സതീശൻ തന്നെ തള്ളിപ്പറഞ്ഞതടക്കമുള്ള നിരവധി കാര്യങ്ങൾ രാഹുൽ ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. നേതൃത്വത്തിന് തെറ്റായ വിവരങ്ങൾ നൽകി തന്നെ ഒറ്റപ്പെടുത്താൻ ഒരു സംഘം ശ്രമിക്കുന്നുണ്ടെന്നും രാഹുൽ പറയാതെ തന്നെ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. നാം ആലോചിക്കണം. എന്തായാലും ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഓഡിയോ ദൃശ്യത്തിൻ്റെ പൂർണ്ണരൂപം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ അതിരൂക്ഷമായ രീതിയിൽ രാഹുൽ ഇരയോട് സംസാരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഇപ്പോഴാ ഇന്നലെ തന്നെ രാഹുലിൻ്റെ ഇൻ്റർവ്യൂവിൽ രാഹുൽ കൃത്യമായി മറ്റു പല ഭാഗങ്ങൾ കൂടി പറയുന്നുണ്ട്. അങ്ങനെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി ഇല്ലാതായി പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
രാഹുൽ പ്രതികരിക്കാൻ തയ്യാറായ സാഹചര്യമാണ് ഉണ്ടായത്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ രാഹുൽ മുന്നോട്ട് വരണമെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുമെന്ന നിലയിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കണം ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. മൗനം പലപ്പോഴും സമ്മതമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോഴിതാ കൃത്യമായി അദ്ദേഹം മറുപടി നൽകാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. നാം ആലോചിക്കണം, ഇവിടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് മറുപടി പറയുമ്പോൾ അവിടെ പലരുടെയും ചോദ്യങ്ങളില്ലാകുന്നു, പലരുടെയും മുഖംമൂടി തന്നെ വലിച്ചീറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നീണ്ട നാളത്തെ മൗനം വെടിഞ്ഞ് അതീവ പ്രകോപിതനായും എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. അതാണ് നാം കണ്ടതും. 24 ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തനിക്കെതിരെ ഉയർന്ന സകല പരാതികൾക്കും ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ മടങ്ങിവരവ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഹണി ഭാസ്കറിനെ കുറിച്ച് അതുപോലെ തന്നെ റിനിയാൻ ജോർജിനെ കുറിച്ച് ഷഹനാസിനെ കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്ന സാഹചര്യങ്ങൾ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഇവർ തന്നെ മറുപടി പറയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പറയുന്നുണ്ട്. ഈ മടങ്ങിവരവ് കേവലം ഒരു MLA തിരിച്ചുവരവ് മാത്രമല്ല, മറിച്ച് തന്നെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയും നിശബ്ദനായിരുന്നാൽ അത് രാഷ്ട്രീയപരമായി തകർച്ചയ്ക്ക് വഴിമാറുമെന്ന തിരിച്ചറിവിൽ ഒരു ജീവൻ പറഞ്ഞ പോരാട്ടത്തിനാണ് താൻ തുടക്കം കുറിക്കുന്നതെന്ന് രാഹുലിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. താൻ എവിടേക്കും ഒളിച്ചോടില്ല എന്നും നിയമ നടപടികളുമായി സധൈര്യം മുന്നോട്ട് പോകുമെന്നും പറഞ്ഞ അദ്ദേഹം താൻ മരിച്ചു പോകാത്ത കാലത്തോളം ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകുമെന്നും അതിൽ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ ജയിലിലടയ്ക്കാമെന്നാൽ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ തളർത്താൻ സാധിക്കില്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്ന് പറയുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട MLA എന്ന നിലയിൽ തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ടെന്നും അതിനൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. ഇതിന് പിന്നിലൊരു പ്രധാന ഓഫീസും 4 മാധ്യമപ്രവർത്തകരും ഒരു രാഷ്ട്രീയ ഒറ്റുകാരനുമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമപ്രവർത്തകർ പോലും ഇത്തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നു എന്നുള്ളത് ആശങ്കാജനകം കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചതിക്കാൻ ശ്രമിക്കുന്ന ഒരു ട്രൈറ്റർ ഉണ്ടെന്നും CPMന്റെ ഓരത്ത് ചാരി നിൽക്കുന്ന സരനെ പോലെയുള്ളവരാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രത്യശാസ്ത്രപരമായ വിയോജിപ്പുകൾ സ്വാഭാവികമാണ്, എന്നാൽ അത് വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഹാഷ്മിയുമായി നടത്തിയിട്ടുള്ള ഈ അഭിമുഖത്തിൽ മാധ്യമപ്രവർത്തകൻ കോടതിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പലരും പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നതും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. തന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിയ ഹാഷ്മിയോട് തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയാണല്ലോ തന്നെ വിളിച്ചിരുത്തുന്നതെന്ന് അദ്ദേഹം ശക്തമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാധ്യമങ്ങൾ പലപ്പോഴും വിധി പ്രസ്താവിക്കുന്ന കോടതികളായി മാറാൻ ശ്രമിക്കുന്നതും അപകടകരം കൂടിയാണ്. ഇവിടെ റിനിയാൻ ജോർജിനെ കടുത്ത ഭാഷയിലാണ് രാഹുൽ സംസാരിച്ചിരുന്നത്. തൻ്റെ കൂടെ നിന്നുകൊണ്ട് സെൽഫി എടുക്കാനും അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേരാനും തന്നെ കൊണ്ട് നിർബന്ധിക്കുകയും അങ്ങനെ ചെയ്ത റിനി ഇപ്പോൾ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. ആരുടെയൊക്കെ തിരക്കതനുസരിച്ച് അഭിനയിക്കുന്ന ഒരു കഥാപാത്രം മാത്രമായി റിനി ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ് രാഹുൽ പറയാതെ പറഞ്ഞു വെക്കുന്നത്. താൻ ആരോരും അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്നും നിയമപരമായി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുമായി ഇടപെടുമ്പോൾ ഇത്തരം കള്ളാരോപണങ്ങൾ ഉന്നയിക്കുന്ന തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും. CPMനെതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വഴിതിരിച്ചു വിടാൻ തന്നെ കരുവാക്കുകയാണെന്നും MV ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായപ്പോഴാണ് തനിക്കെതിരെ വാർത്തകൾ വന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഭരണകൂടത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ഒരു യുവ നേതാവിനെ ഇരയാകുന്നത് ആധുനിക രാഷ്ട്രീയത്തിലെ ദുരവസ്ഥ കൂടിയാണ്. 18 ദിവസം ജയിലിൽ കിടന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നും വരും ദിവസങ്ങളിൽ തന്റെ പക്കലുള്ള മുഴുവൻ ചാറ്റുകളും തെളിവുകളും പുറത്തുവിടുമെന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തന്റെ പോരാട്ട വീര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജയിൽവാസം അദ്ദേഹത്തെ തകർക്കുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കുകയാണെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇനി വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പരമ്പരയായിരിക്കും കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ ആരോപണത്തിനും അക്കമിട്ട് പറയുന്ന രാഹുൽ വഞ്ചിച്ചവരെയും തന്നെ ചതിക്കാൻ കൂട്ടുന്നവരെയും ജനാധിപത്യത്തിലൂടെ തുറന്നു കാട്ടാൻ, ജനമധ്യത്തിൽ തുറന്നു കാട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് ഇതിൽ ഉറപ്പിച്ച് പറയുന്നത്. ഒരു സ്ത്രീയുടെ കണ്ണീരിന്റെ വില തനിക്കറിയാമെന്നും എന്നാൽ ആ കണ്ണുനീർ മറ്റുള്ളവരെ തകർക്കാൻ ഉപയോഗിക്കുന്നതിലെ ചതിക്കുഴിയാവാൻ താൻ തിരിച്ചറിയുന്നെന്നും അത് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഈ രാഷ്ട്രീയനാഗത്തിന്റെ അടുത്ത അധ്യായമാണ്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം ലക്ഷ്മി പത്മ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ നിരവധി പേർ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഹാഷ്മി ചെയ്തത് യഥാർത്ഥ മാധ്യമപ്രവർത്തനമല്ല എന്നും മാത്രമല്ല പല ചോദ്യങ്ങളും മനഃപൂർവ്വം വിട്ടുപോയി എന്നും മനഃപൂർവ്വം ചോദിക്കാതിരുന്നുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ലക്ഷ്മി പത്മ ഒരു ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. അതിൽ രാഹുൽ ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഷൂ വാങ്ങിയിട്ടില്ല, സോക്സ് വാങ്ങിയിട്ടില്ല, ഫ്ലാറ്റ് വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഷാമ്പു മുതൽ എണ്ണ വരെയുള്ള സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ലിസ്റ്റ് അടക്കം ലക്ഷ്മി പത്മ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. ഇതിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ യുവതി വാങ്ങിക്കൊടുത്താണെന്നുള്ള ആരോപണം ഉണ്ടാകുന്നുണ്ട്. ചെരുപ്പടക്കമുള്ള വാങ്ങിക്കൊടുത്തെന്നും ആരോപണം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം രാഹുൽ നിഷേധിച്ചിട്ടുള്ളതാണ് ഈ ഇന്റർവ്യൂവിൽ. എന്നാൽ അത് അങ്ങനെയല്ല എന്നും ഇതെല്ലാം വാങ്ങിക്കൊടുത്താണ് തെളിവ് സഹിതം ലക്ഷ്മി പത്മ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തെ ഇന്റർവ്യൂ വന്നതിന് ശേഷം അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്ക് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ദിവസങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ 88 ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഈ 88 ദിവസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം.